അതെ രാജേഷ് ഏട്ടാ, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? കൊള്ളാമോ? ആ കൊള്ളാം. കൊള്ളാം അല്ലേ? നല്ല കളറ്. ഇന്നലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിയതാ. ഉം. പിന്നെ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? മമ്മൂട്ടിയുടെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും നല്ല റിവ്യൂ പറയുന്നേ. പോവാം. എന്റെ രേണു, നിനക്കറിയാലോ എന്റെ ജോലി പോയിരിക്കാന്ന്. പിന്നെ എന്റെ കയ്യിൽ ടിക്കറ്റ് എടുക്കാൻ പോലും കാശില്ല, പിന്നെ എങ്ങനെയാ നിന്നെ ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നത്? അതിന് നിങ്ങളുടെ അമ്മയ്ക്ക് ജോലിയില്ലേ? അതും സർക്കാർ ജോലി. നല്ല പൂത്ത കാശ് കാണും. അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ഇനി മേടിക്കണം. അല്ലടി, അത് ശരിയാവോ? അമ്മയോടൊക്കെ എങ്ങനെയാ ഞാൻ കാശ് ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ ചോദിച്ചാ എന്താ കുഴപ്പം? അത് നിങ്ങളുടെ അമ്മയല്ലേ, അപ്പൊ അത് നിങ്ങളുടെയും കൂടെ കാശല്ലേ? ശരി, നീ വേഗം റെഡിയാവ്. അമ്മേ, അല്ല, നിങ്ങൾ ഇതെങ്ങോട്ടാ? ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാണേ. പിന്നെ ഒരു 1000 രൂപ വേണമായിരുന്നു. 1000 രൂപയോ? ഇപ്പൊ ഈ പാഴ്സല് വേണോ നിനക്ക്? അതിന് എന്റെ ഭാര്യനെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെ ഒരു പാഴ്ചലവാകുന്നേ? മോനെ, അമ്മ അതല്ല പറഞ്ഞത്. നിനക്കിപ്പൊ ജോലിയൊന്നും ഇല്ലല്ലോ, ജോലിയൊക്കെ കിട്ടിയിട്ട് പോരെ ഇതൊക്കെ. നിങ്ങളിത് കേട്ടല്ലോ, നിങ്ങളോട് ഞാൻ പുറത്തു പോകുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ല മോളെ, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. പിന്നെന്താ അമ്മയ്ക്ക് കാശ് തന്നാല്? ഞാൻ എന്തായാലും ഗൂഗിൾ പേയിലോട്ട് ഒരു 1000 രൂപ അയച്ചേക്കാം. ഞങ്ങൾ ഇറങ്ങുവാ. വാ. ശരി. നിന്റെ ഇന്റർവ്യൂ കാര്യം എന്തായി? നീ വല്ലതും നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ടമ്മേ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എത്രയും വേഗം നല്ലൊരു ജോലി കണ്ടുപിടിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല. ശരി അമ്മേ. അതെ, അതെ മനുഷ്യ, നിങ്ങൾ ജോലിക്കൊന്നും പോണ്ട. അമ്മയ്ക്ക് സർക്കാർ ജോലി ഉള്ളപ്പോ നമ്മൾ എന്തിനാ ജോലിക്ക് പോകുന്നത്? ശരിയാ നീ പറഞ്ഞത്. അമ്മേനെ പറ്റിച്ച് നമുക്ക് ഇവിടെ അങ്ങ് കഴിയാം. അതാവുമ്പോ എന്റെ ദേഹവും അനങ്ങണ്ട. ശരിയാ. ഇനി അഥവാ അമ്മ ജോലിയുടെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിലേ, ഇന്റർവ്യൂവിന് പോയിട്ട് ഫെയിൽ ആയിന്നങ്ങ് പറഞ്ഞാ പോരെ? ആ വകയില് കുറച്ച് കാശും കൂടെ ഇങ്ങ് മേടിക്കാം. ആ പൈസക്ക് നമുക്ക് കറങ്ങാൻ പൊക്കൂടെ? നിങ്ങളുടെ ബുദ്ധി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. പിന്നെ നീ കഴിഞ്ഞ ദിവസം മന്തി എന്തോ കഴിക്കണം എന്ന് പറഞ്ഞില്ലേ? നാളെ രാവിലെ നീ റെഡി ആയിക്കോ, പൈസ സെറ്റ്. ആ അമ്മേ, എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട് ഇന്ന്. നല്ല കാര്യം. എവിടാ മോനെ? ഇൻഫോ പാർക്കിലാ അമ്മേ. അവിടെ ഒരു വലിയൊരു കമ്പനിയിലാ, നല്ല സാലറിയും കിട്ടും. ഇന്ന് 11 മണിക്കാ ഇന്റർവ്യൂ. മോൻ പോയിട്ട് വാ. അമ്മ, പിന്നെ കുറച്ച് കാശ് വേണം. ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം മോനെ. അല്ല, ഇവളിതെങ്ങോട്ടാ? ആ അമ്മ, അതെ, അവളും കൂടെ വരുന്നുണ്ട് എന്റെ കൂടെ ഇന്റർവ്യൂവിന്. അവൾ ഇൻഫോ പാർക്ക് കണ്ടിട്ടില്ലല്ലോ, അപ്പൊ അവളെ ഇൻഫോ പാർക്കൊക്കെ ഒന്ന് കാണിച്ചേക്കാന്ന് കരുതി. ശരി ശരി, പോയിട്ട് വാ മക്കളെ. അവരെന്താ താമസിക്കുന്നേ? എത്ര നേരായി പോയിട്ട്? വരണുണ്ടല്ലോ. അതെ, അമ്മ നോക്കി നിപ്പുണ്ടേ. എന്താ മോൻ ഇത്ര താമസിച്ചേ? ഒരുപാട് പേരുണ്ടായിരുന്നു ഇന്റർവ്യൂവിന്, അതാ ലേറ്റ് ആയത്. അവരെന്ത് പറഞ്ഞു? ജോലി കിട്ടിയോ? അവര് വിളിച്ചറിയിക്കാന്ന് പറഞ്ഞു. നല്ല ക്ഷീണം. മക്കള് പോയി ഫ്രഷ് ആയിട്ട് വാ, അമ്മ ചായ എടുക്കാം. ശരി അമ്മ. അമ്മ എന്താ ഇതുവരെ എണീക്കാത്തെ? അമ്മയ്ക്കൊന്ന് ജോലിക്കൊന്നും പോണ്ടേ? അയ്യോ, അമ്മയ്ക്ക് തീരെ വയ്യ മോളെ. പഴയ പോലെ ഒന്നും അമ്മയുടെ ആരോഗ്യം ശരിയല്ല. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ബാക്ക് പെയിനാ. ഞാൻ ആ ജോലി അങ്ങ് നിർത്തിയാലോ എന്ന് ആലോചിക്കുക. അയ്യോ, അമ്മ ജോലി നിർത്തിയ നമ്മൾ എങ്ങനെ ജീവിക്കും? അതെ രാജേഷ് ഏട്ടൻ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ എന്താ രേണു? അമ്മയ്ക്ക് വയ്യ, അമ്മ ജോലി നിർത്തുവാന്ന്. അയ്യോ, അമ്മ ജോലി നിർത്തിയ നമ്മൾ ഇനി അങ്ങനെ ജീവിക്കും? എനിക്കാണെങ്കിൽ ഒരു ജോലി ആയിട്ട് കൂടി ഇല്ല. നീ വിഷമിക്കണ്ട, നിനക്ക് ഞാനൊരു ജോലി ശരിയാക്കി തരാം. തുടക്കമൊക്കെ കുറച്ച് കഷ്ടപ്പെടണം, കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാകും. അതൊന്നും സാരമില്ലമ്മേ. രാജേഷ് ഏട്ടൻ നല്ല രീതിയിൽ അധ്വാനിക്കുന്ന കൂട്ടത്തില്, വേഗം ഒരു ജോലി ശരിയാക്കി കൊടുക്ക്.
എങ്കി പിന്നെ മോനെ, നിനക്ക് സോമേട്ടന്റെ ഓഫീസിലെ ഞാനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ ജോസഫ് സാറിനോട് എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. മൺഡേ തൊട്ട് ജോയിൻ ചെയ്താൽ മതി. ശരി അമ്മേ, ഞാൻ ജോയിൻ ചെയ്തോളാം. ഇനി തൊട്ട് ഞാൻ ഈ കുടുംബം നോക്കിക്കോളാം. പണിയെടുത്തല്ലേ പറ്റൂ. കയ്യിലുള്ള പൈസ മൊത്തം അടിച്ചു പൊളിച്ച് കളഞ്ഞു. അമ്മ പറഞ്ഞതുപോലെ കുറച്ച് പൈസയെങ്കിലും സേവ് ചെയ്ത് വെച്ചാ മതിയായിരുന്നു. അതെങ്ങനാ അവളുടെ ഒരു കറക്കം. ഇനിയിപ്പൊ എനിക്കായോ കുറ്റം? ഇനി ഞാൻ മേലനങ്ങി പണിയെടുക്കണല്ലോ ഈശ്വര. ആ പണിയെടുക്കാതെ പിന്നെ ഇവിടെ പട്ടിണി കിടക്കാൻ പറ്റുമോ? അമ്മ എന്തായാലും ജോലി ശരിയാക്കി തരാതിരിക്കത്തില്ല. ഇനി പഴയ പോലെ ചെലവൊന്നും വേണ്ട. അപ്പൊ നാളെ തൊട്ട് പണിക്ക് പോണം. അമ്മക്ക് എങ്ങനുണ്ട് ഇപ്പം? ഓ, അമ്മക്ക് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലടാ. മോന്റെ ജോലിയൊക്കെ എങ്ങനെ പോണു? ആ, കുഴപ്പമൊന്നും ഇല്ലമ്മേ. കുറച്ച് കഷ്ടപ്പെട്ടാലല്ലേ പറ്റുള്ളൂ. പിന്നെ സോറി അമ്മേ, അമ്മ പറയുന്നത് കേൾക്കാതെ ഉള്ള പൈസ മൊത്തം അടിച്ചു പൊളിച്ച് കളഞ്ഞേന്. എനിക്കിപ്പോഴാണ് പൈസയുടെ വില മനസ്സിലായത്. അതൊന്നും കുഴപ്പമില്ല മോനെ, നീ ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ ചെലവാക്കിയാ മതി. ഞാനും ഒരു ജോലി നോക്കുന്നുണ്ടമ്മേ. ഒരാളെ കൊണ്ട് തന്നെ ഒരു കുടുംബം കഴിഞ്ഞു പോകാൻ പറ്റത്തില്ലല്ലോ. എനിക്കും ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലായി. നല്ല കാര്യം മോളെ. കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്ക് ഈ കൊച്ചു വരുമാനത്തിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാം. എന്നാ മക്കള് ചെല്ല്. അമ്പട മോനെ, എന്നോടാണ് നിന്റെയൊക്കെ കളി. നിന്റെയൊക്കെ ഉടായിപ്പ് എന്റെ അടുത്ത്. നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്നേ ഞാനൊന്ന് നോക്കട്ടെ. ഈ വിശാലാക്ഷിയോടാണ് അവന്റെയൊക്കെ കളി. നിന്നെയല്ല, നിന്റെ തന്തേനെ വരെ ജോലിക്ക് വിട്ടതാണ് ഈ വിശാലാക്ഷി.